മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ മലയാളികൾക്കടക്കം ഏറെ ആശ്വാസകരമായ ഒരു വാർത്തയാണ്. റഷ്യൻ സേനയുടെ കൂടെയുള്ള ഇന്ത്യക്കാരെ തിരിച്ചയക്കാൻ ധാരണയുണ്ടായിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട വാർത്ത. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ഈ ധാരണയുണ്ടായത്. യുക്രൈന്റെ പരമാധികാരം റഷ്യ അംഗീകരിക്കണമെന്ന നിർദ്ദേശം ഇന്ത്യ മുന്നോട്ട് വയ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അമേരിക്കയുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നു. നയതന്ത്ര തലത്തിലും രാജ്യാന്തര തലത്തിലും ഏറെ പ്രാധാന്യമുള്ള ചർച്ചകളാണ് നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശനത്തിൽ ഉണ്ടാവുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. രാകേഷ് ഉണ്ട്. രാകേഷ്, നയതന്ത്ര തലത്തിൽ ഇന്ത്യയുടെ ഒരു സ്വാധീനം, റഷ്യയ്ക്ക് മേലുള്ള സ്വാധീനം പ്രകടമാവുന്ന ഒരു കൂടിക്കാഴ്ചയാണ് ഉണ്ടാവാൻ പോകുന്നത്. റഷ്യയും ഇന്ത്യയും ദീർഘകാലങ്ങളായി ഒരേ രീതിയിലാണ്. പക്ഷേ അടുത്തിടെ ഉണ്ടായ ചില സംഭവങ്ങൾ ആ നീക്കത്തിൽ ചില വിള്ളൽ വീഴ്ത്തി എന്ന സൂചനയുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം മലയാളികളായ നിരവധി പേര് അടക്കം ജോലി തേടിയെത്തി റഷ്യൻ സൈന്യത്തിൽ ജോലിക്ക് പോയി പിന്നീട് അവിടെ കുടുങ്ങിക്കിടന്നു എന്ന സാഹചര്യം സംസ്ഥാനത്ത് അത് സ്ഥിരീകരിക്കപ്പെട്ടതാണ്. CBI അന്വേഷണമൊക്കെ നടക്കുന്നതാണ്. എന്താണ് ഈ പ്രധാനമന്ത്രിയുമായുള്ള കൂടിയാലോചനയിൽ, ചർച്ചകളിൽ, റഷ്യ ഇന്ത്യ ചർച്ചകളിൽ ഉയർന്നു വരുന്ന നിർദ്ദേശങ്ങളും സാധ്യതകളും, അതിൻ്റെ രാഷ്ട്രീയം? രാകേഷ്. സജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ത്യക്കാരെ സംബന്ധിച്ച്, മലയാളികളെ സംബന്ധിച്ച് ആശ്വാസം നൽകുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. കാരണം റഷ്യൻ സൈന്യത്തിൻ്റെ ഭാഗമായ ഇന്ത്യക്കാരെ എല്ലാവരെയും മടക്കിയെത്തിക്കും എന്നൊരു തീരുമാനം ആയിരിക്കുന്നു. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ഇത് സംബന്ധിച്ച് ധാരണയായിരിക്കുന്നത്. ഇന്നലെ അത്താഴ വിരുന്നിനിടെയാണ് പ്രധാനമന്ത്രി ഈ ആവശ്യം മുന്നോട്ട് വെച്ചത്. അതിന് അനുകൂലമായ നിലപാടാണ് റഷ്യ സ്വീകരിക്കുകയും ചെയ്തത്. കാരണം സെക്യൂരിറ്റി ജോലിക്ക് എന്ന പേരിലാണ് റഷ്യയിലേക്ക് വ്യാജ റിക്രൂട്ട്മെന്റ് ഏജൻസികൾ ഇന്ത്യക്കാരെ, മലയാളികളെ കൊണ്ടുപോയത്. പക്ഷേ അവിടെ ചെന്ന് അവർക്ക് സൈന്യത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കാൻ നിർബന്ധിതരാവുകയായിരുന്നു. അങ്ങനെ 5 സ്വദേശികളായ 4 പേർ അടുത്തിടെയാണ് മടങ്ങിയെത്തിയത്. മാത്രവുമല്ല 4 പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. അവിടെ ഉണ്ടായ ആക്രമണത്തിൽ യുദ്ധമുഖത്ത് വെച്ച് കൊല്ലപ്പെടുകയും ചെയ്തു. ഇതുകൂടാതെ നിലവിലെ കണക്കുകൾ അനുസരിച്ച് 35 മുതൽ 45 വരെ ഇന്ത്യക്കാർ ഇപ്പോഴും അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ അവരെ എല്ലാവരെയും പൂർണ്ണമായി രാജ്യത്ത് തിരിച്ചെത്തിക്കും. അതിനുള്ള ധാരണയാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ ഉണ്ടായിരിക്കുന്നത്. ഒപ്പം ഇത്തരം റിക്രൂട്ട്മെന്റുകൾ പൂർണ്ണമായി നിർത്തിവെക്കണമെന്ന ആവശ്യം കൂടി ഇന്ത്യ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിന് പുറമെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അമേരിക്ക ഈ വിഷയത്തിലുള്ള പ്രതികരണമാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതായത് ഇന്ത്യ തന്ത്രപരമായ പങ്കാളിയാണ് അമേരിക്കയുടേതെന്ന് ആവർത്തിക്കുമ്പോൾ പോലും അമേരിക്ക ഈ കൂടിക്കാഴ്ചയിൽ ചില ആശങ്കകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, യുക്രൈൻ വിഷയത്തിലടക്കം ഇന്ത്യ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. യുക്രൈന്റെ പരമാധികാരം അത് അംഗീകരിക്കാൻ തയ്യാറാകണമെന്ന ആവശ്യം, ആ നിർദ്ദേശം ഇന്ത്യ മുന്നോട്ട് വയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് അമേരിക്ക വ്യക്തമാക്കിയത്. ഏതായാലും ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് അത്താഴ വിരുന്നിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അക്കാര്യവും സൂചിപ്പിച്ചു എന്നുള്ളതാണ്. അതായത് ചർച്ചകളിലൂടെ പരിഹാരം കാണണം, യുദ്ധം ഒന്നിനും പരിഹാരമല്ല, മറിച്ച് ചർച്ചകളിലൂടെ ഈ വിഷയങ്ങൾക്ക് പരിഹാരം കാണണം എന്ന നിലപാട് പ്രധാനമന്ത്രി റഷ്യയെ അറിയിച്ചു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ആദ്യം മുതൽ ഇന്ത്യ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട് റഷ്യയും യുക്രൈനും തമ്മിൽ ചർച്ചകൾ നടത്തണം, ആ ചർച്ചയിലൂടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് തന്നെയാണ്. ആ നിലപാട് ഏതായാലും പ്രധാനമന്ത്രി ഇപ്പോൾ ആവർത്തിച്ചിരിക്കുകയാണ്. ഏതായാലും സന്ദർശനം 2ാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഉച്ചകോടിക്കിടെ ഇന്ന് ഏതായാലും നിർണായക കൂടിക്കാഴ്ചകൾ നടക്കുന്നുണ്ട്. സുപ്രധാനമായ കരാറുകളിലും ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ചേക്കും. അതിനുശേഷം പ്രധാനമന്ത്രി ഓസ്ട്രിയയും സന്ദർശിക്കും. സജിത്. ദേശീയ അന്താരാഷ്ട്ര തലത്തിലും ഒപ്പം ഇന്ത്യയുടെ നയതന്ത്ര തലത്തിലും വലിയ പ്രാധാന്യമുള്ള കൂടിക്കാഴ്ചകളാണ് പ്രധാനമന്ത്രിയുടെ റഷ്യൻ സന്ദർശനത്തിൽ നടക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളാണ് രാകേഷ് പങ്കുവച്ചത്. മറ്റു വാർത്തയിലേക്ക് പോകുമ്പോൾ